അപ്പൊ സുജിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രൊമോഷൻ പുറത്തു പോകണ്ടല്ലോ. സ്വന്തമായിട്ട് 1 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് അല്ലെങ്കിൽ 2 ലക്ഷം അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ വൈഫിനാണെങ്കിൽ അത്രയും ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ പ്രൊമോഷൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഈ സിനിമയുടെ. അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന് പറയുന്ന സിനിമയിലെ മാന്ത്രികൻ ആരാണ്? നമ്മള് പറഞ്ഞു ജോണിനെ പറ്റിട്ടായിരുന്നു പറഞ്ഞത്. ടഫില്ല ഇഷ്ടപ്പെട്ട ഇപ്പൊ പേര് ഞാൻ വിട്ടുപോയി. എന്റെ പേര് ഹർഷ. ഹർഷ ഇപ്പൊ ഇന്റർവ്യൂ ഇന്ന് തൊട്ട് പാഷൻ ആണോ ഇതൊരു ആഗ്രഹം ആണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആഗ്രഹമുള്ള സംഭവം എത്ര സമയം എങ്ങനെ തോന്നത്തില്ല, എനിക്ക് തോന്നത്തില്ല. അപ്പൊ സുജിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളിങ്ങനെ കൂട്ടത്തിൽ പറയുന്ന പോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രൊമോഷൻ പുറത്തു പോകണ്ടല്ലോ. സ്വന്തമായിട്ട് 1 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് അല്ലെങ്കിൽ 2 ലക്ഷം അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ വൈഫിനാണെങ്കിൽ അത്രയും ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ പ്രൊമോഷൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഈ സിനിമയുടെ. അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല ഏട്ടാ, ഞാൻ ആ ഏരിയ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഫോളോവേഴ്സിന് അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ്. കാരണം ഈ പറഞ്ഞ പോലെ 8 വർഷത്തെ ജേണിയിൽ 8 വർഷം മുമ്പ് ആരും ഉണ്ടായിരുന്നില്ല ഒന്നും ചോദിക്കാൻ. ഗൾഫിലായിരുന്നു 8 വർഷം. ഇപ്പോ ഇത്രയും ഒരുപാട് പേര് ചേട്ടാ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഗുഡ് ഈവനിങ്, ചേട്ടാ സുഖാണോ, ചേട്ടാ ഇന്ന് ക്രിട്ടിസൈസ് ചെയ്തത്, ചേട്ടാ ഇത് തന്നെയല്ല ചേട്ടാ അതിലും ചെയ്തത്, ചേട്ടാ മാറ്റി പിടിക്കുകയും, ചിലര് നന്നായിട്ടുണ്ട് എവിടെ ഇനിയും ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങള് നമുക്ക് പറഞ്ഞു തരും. അതായത് ഒരാളുടെ ലൈഫില് നമുക്ക് 10-200 വർഷമൊന്നും ഇല്ലല്ലോ. ചെറിയൊരു ലൈഫില് ചോദിക്കാനും പറയാനും നമ്മുടെ വിശേഷങ്ങൾ അറിയാനും ഒക്കെ ഒരുപാട് പേരുണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് അല്ലേ. അപ്പൊ അവരെ ഞാൻ അങ്ങനെ പ്രൊമോഷൻ ചെയ്യുക അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. കുടുംബം അതൊക്കെ മേലെയാണ് സീരിയസ്ലി. അല്ലേ, ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഒരു സഹായം ചെയ്യാത്ത, ഞാന് കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ആരൊക്കെയോ എന്റെ വീഡിയോസ് കാര്യങ്ങൾ ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ചെയ്തിട്ടാണ്. അല്ലെ, ഇപ്പൊ ഫൈസൽ സാർ എന്നെ വിളിക്കായിരുന്നു, സുഹൃത്ത് ഇങ്ങനെ ഒരു പടം ഉണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തത് എന്റെ വീഡിയോസുകളാണ്, ഞാനല്ല അയച്ചു കൊടുത്തത്. അപ്പൊ ആരൊക്കെയോ ഷെയർ ചെയ്തായിരിക്കും അദ്ദേഹം കണ്ടെത്തണം. അല്ലെ, ഈ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടാവില്ല അദ്ദേഹം കണ്ടിട്ടുള്ളത്. മിക്ക വർക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നല്ല ഷെയർ ചെയ്യുന്ന ആരാ? അല്ലെ, നമ്മളോടൊരു അല്ലെ. അപ്പൊ അതൊക്കെ അത് കുടുംബത്തിന്റെ ഒക്കെ അതുപോലെ തന്നെയാണ്. ഒരു ഭയങ്കര വാല്യൂബിൾ അല്ലേ, ബ്ലെസ്സിംഗ് ആണ്. ആ കാര്യത്തിലാണ് ഞാൻ ഏറ്റവും ധനികനായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ കുറച്ച് പ്രായം ഉണ്ടെന്നൊക്കെ ആദ്യമേ പറഞ്ഞല്ലോ, പക്ഷെ നിങ്ങൾ ഭയങ്കര നിങ്ങൾ ഭയങ്കര യങ്ങാണ്. എന്താണ് അതിന്റെ ഒരു കാരണം?